ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത SCERT സീരീസിന്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ഭാഗം 1 രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള ചാപ്റ്റർ കവർ ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പരിചയപ്പെടാനുള്ളൂ. ചാപ്റ്ററിൻ്റെ പേരാണ് കാന്തിക ലോകത്തെ അത്ഭുതം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക? കാന്തത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കാന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്. വളരെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് ഉള്ളത്. അതായത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ അല്ല, എന്നാലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പം ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാലോ. ഇതാ നോക്കി, ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു കാന്തിക വസ്തുക്കൾ എന്താണ്, അകാന്തിക വസ്തുക്കൾ എന്താണ് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് സിമ്പിളാണ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? കാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. നമ്മൾ സാധാരണയായിട്ട് ഇരുമ്പാണ് പ്രധാനപ്പെട്ട കാന്തിക വസ്തുവായിട്ട് പറയാറുള്ളത്. ഇതിന് പുറമെ നിക്കലും കൊബാൾട്ടും ഒക്കെ എന്താണ്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ്. അവയെ എന്ത് പറയാം? കാന്തിക വസ്തുക്കൾ എന്ന് പറയാം. കിട്ടിയോ? കാന്തിക വസ്തുക്കൾ എന്താന്ന് കിട്ടിയോ? നെക്സ്റ്റ് അകാന്തിക വസ്തുക്കൾ എന്താന്ന് നോക്കാം. അതായത് കാന്തം ആകർഷിക്കാത്തതായിരിക്കും എന്ത്? അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. എക്സാമ്പിള് നമുക്ക് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളായിട്ട് പേപ്പർ കാണാം, പ്ലാസ്റ്റിക് കാണാം, സ്വർണം കാണാം, മരം കാണാം. ഇതൊക്കെ എന്താണ്? അകാന്തിക വസ്തുക്കളാണ്. അപ്പൊ സ്വർണ്ണമൊക്കെ എന്താണ്? കാന്തം ആകർഷിക്കാത്തതാണ്, അകാന്തിക വസ്തുക്കളാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിൾ അല്ലേ കാര്യം? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. അടുത്തായിട്ട് കാന്തിക ധ്രുവങ്ങൾ. കാന്തത്തിന് ധ്രുവങ്ങളൊക്കെ ഉണ്ട് അല്ല, അതായത് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയാം. സാധാരണയായി കാന്തത്തിന്റെ ആകർഷണ ബലം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതിൻ്റെ അഗ്രഭാഗങ്ങളിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കാന്തത്തിന് ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തി എവിടെ ഉണ്ടാവുക? അതിൻ്റെ അഗ്രഭാഗങ്ങളിലാണ്, അല്ലെങ്കിൽ അഗ്രങ്ങളിലാണ്. ഇവിടെ ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ അഗ്രഭാഗങ്ങൾ എന്ത് വിളിക്കാം? കാന്തിക ധ്രുവങ്ങൾ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതൊരു കാന്തം എടുത്തു കഴിഞ്ഞാലും അതിന് 2 ധ്രുവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് കാന്തത്തിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം ആണല്ലോ. ഇനി കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ കാന്തം പ്രയോഗിക്കുന്ന ബലം, അതാണ് കാന്തിക ബലം അല്ലെ. അങ്ങനെയാണെങ്കിൽ കാന്തിക ബലം എവിടെയൊക്കെയാണോ അനുഭവപ്പെടുന്നത് ആ പ്രദേശത്തിന്റെ പേരാണെന്ത്? കാന്തിക മണ്ഡലം. സിമ്പിൾ അല്ലേ? കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന മേഖലയെ നമുക്ക് എന്ത് വിളിക്കാം? കാന്തിക മണ്ഡലം എന്ന് വിളിക്കാം. സിമ്പിൾ കാര്യം. അപ്പോൾ കാന്തിക മണ്ഡലം നമുക്ക് കാണാൻ പറ്റുമോ? കാണാനൊന്നും പറ്റൂല, പക്ഷേ കാന്തിക മണ്ഡലം എന്നുള്ളൊരു ബലം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ബലം അനുഭവപ്പെടുന്നതിനും മേഖലയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? നെക്സ്റ്റ് കാന്തങ്ങളുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അതായത് അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് കാന്ത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അൽനിക്കോ ആണ് കാന്ത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ. എന്തിന്റെ സങ്കര? അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, ഇരുമ്പ് ഇവയുടെ സംഘമാണ് എന്ത്? അൽനിക്കോ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് കാന്ത നിർമ്മിക്കുന്നത്. പിന്നെ മറ്റു വസ്തുക്കൾ എന്ത് ചെയ്യാറുണ്ട്? കാന്ത നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരം വസ്തുക്കളുടെ പേരുകൾ സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡിമിയം. ഇത്രയും വസ്തുക്കൾക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കാന്ത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാന്തങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ കാന്തം, നല്ല ശക്തിയുള്ള കാന്തം എന്ന് പറയുന്നത് അത് നിയോഡിമിയം കാന്തങ്ങളാണ്. നിയോഡിമിയം കാന്തങ്ങൾക്ക് ശക്തി കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. എന്താ പേര്? നിയോഡിമിയം. കിട്ടുമല്ലോ. ഇനി കാന്തിക ധ്രുവങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാൻ നമുക്ക്. കാന്തിക ധ്രുവം ഉണ്ടെന്ന് മനസ്സിലായി. 2 അറ്റങ്ങൾ ധ്രുവങ്ങളായിരിക്കും. അതിൽ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന രീതിയിലുണ്ടാകും ഒരു ഭാഗം തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ടാകും. അതായത് ഒരു തൂക്കിയിട്ടിരിക്കുന്ന കാന്തം
ഒരു അറ്റം വടക്ക് ദിശയിലേക്കും ഒരറ്റം തെക്ക് ദിശയിലേക്കും കിടക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രഭാഗത്തെ നമ്മൾ ഉത്തര ധ്രുവം എന്ന് പറയും. അതായത് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താ? വടക്ക് ദിക്കാണ് അല്ലേ. അപ്പൊ ഉത്തര ധ്രുവം എന്ന് പറയുമ്പോൾ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ധ്രുവം ഏതായിരിക്കും? അതാണ് ദക്ഷിണ ധ്രുവം. അപ്പൊ എന്തായിരിക്കും ദക്ഷിണ ധ്രുവം എന്ന് പറഞ്ഞാൽ? നേരെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്ത് പറയാം? ദക്ഷിണ ധ്രുവം എന്ന് പറയാം. അങ്ങനെ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവയെ നമ്മൾ എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് എന്ന രീതിയിൽ എൻ എന്നും എസ് എന്നുള്ള അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു സാധാരണയായിട്ട് ഒരു വെള്ള സ്ലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വെള്ള സ്പോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് കൊടുക്കാറുള്ളത്. കാര്യം കിട്ടിയല്ലോ. ഉത്തര ധ്രുവത്തിന് എന്ത് സ്പോട്ട് കൊടുക്കും? വെള്ള സ്പോട്ട് കൊടുക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ? നെക്സ്റ്റ് ഭൂകാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകാന്തം അതായത് ഭൂമി ഒരു കാന്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഭൂമി എന്താണ്? ഒരു കാന്തമാണെന്ന് പറയുന്നു. ഓക്കെ. നെക്സ്റ്റ് അടുത്തായിട്ട് ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് കിടക്കുന്നത്. തെക്ക് വടക്ക് ദിശയിലാണ് ഭൂകാന്ത ധ്രുവങ്ങളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. നേരെ ഓപ്പോസിറ്റ് വന്ന് കണ്ടോ ഇവിടെ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് ആ രീതിൻ്റെ, അതായത് ഉത്തര ധ്രുവം എന്ന് പറയുമ്പോൾ ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമായിരിക്കും. അതേപോലെ തന്നെ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. ഓക്കെ. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂകാന്തം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭൂമിയുടെ ധ്രുവം ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഭൂകാന്തത്തിന്റെ ധ്രുവം ഉണ്ടാവുക. കിട്ടിയോ? ആ കാര്യം സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യമുള്ളൂ. നേരെ ഓപ്പോസിറ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും എന്ത് ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശയിൽ കിടക്കുന്നത്. നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന കാന്തം എന്ത് ചെയ്യാറുണ്ട്? തെക്ക് വടക്ക് ദിശയിൽ കിടക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭൂകാന്തത്തിന്റെ ദിക്കുകൾ ആ രീതിയിൽ വരുന്നത് കൊണ്ടാണ്. കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്. ധ്രുവങ്ങൾ നോക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഭൂകാന്തത്തിന്റെ ധ്രുവത്തിന്റെ പേര്. കിട്ടും? നെക്സ്റ്റ് ആകർഷണവും വികർഷണവും എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ഓക്കെ. അതായത് വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങൾ, രണ്ട് കാന്തം എടുത്തു കഴിഞ്ഞാൽ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയാം. സജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ധ്രുവങ്ങൾ രണ്ട് കാന്തത്തിൻ്റെത്. ഓക്കെ. എന്നാൽ വ്യത്യസ്ത ധ്രുവങ്ങളെ വിളിക്കുന്ന പേരാണ് വിജാതീയ ധ്രുവങ്ങൾ. അപ്പൊ സജാതീയ ധ്രുവം എന്താണ്? വിജാതീയ ധ്രുവം എന്താന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുക ചെയ്യാം. ഒരേപോലത്തുള്ള ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കും. ഇനി വിജാതീയ ധ്രുവങ്ങളാണെങ്കിലോ ആകർഷിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കാന്തം എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാന്തങ്ങളുടെയും സൗത്തും തമ്മിൽ നമുക്ക് യോജിപ്പിക്കാൻ പറ്റൂല, അത് വികർഷിക്കും. ഓക്കെ. അതേപോലെ നോർത്തും വികർഷിക്കും. എന്നാൽ നോർത്തും സൗത്തോ അല്ലെങ്കിൽ സൗത്തും നോർത്തോ നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ അത് ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. നെക്സ്റ്റ് വൈദ്യുത കാന്തം എന്താണെന്നാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. എന്താ വൈദ്യുത കാന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പ് കമ്പി എടുക്കുന്നു, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈദ്യുതി കടത്തിവിടുകയാണ്. അങ്ങനെ അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. അതായത് ആണി, അതിൻ്റെ ചുറ്റിലുള്ള അതിനകത്തുള്ള ഒരു ആണിയെ നമ്മൾ കാന്തമായിട്ട് മാറുന്ന രീതി കാണാൻ പറ്റും. അതായത് ഒരു ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും അതിന് ഉള്ളിലുള്ള ആണി എന്തായിട്ട് മാറും? ഒരു കാന്തമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വൈദ്യുത കാന്തം എന്ന രീതി പറയുന്നത്. ഓക്കെ. ഒരു കമ്പി ചുരുൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ചെമ്പ് കമ്പിൻ്റെ ചുരുൾ, അതിൻ്റെ ഇടയിലൂടെ എന്തുണ്ട്? ഒരു ആണിയുണ്ട്. ആ ആണി എന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറുന്നുണ്ട്. അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ആ ചെമ്പ് കമ്പിക്ക് ചുറ്റും കാന്തിക മണ്ഡലമൊക്കെ രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വൈദ്യുത കാന്തം എന്ന് വിളിക്കാം.
അപ്പോൾ ഇതിൻ്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. അതായത് ഏത് സമയമാണ് വൈദ്യുതി കടന്നു പോകുന്നത്, വൈദ്യുതി പ്രവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൈദ്യുത കാന്തത്തിൻ്റെ കാന്തശക്തി നഷ്ടപ്പെടും. ആ രീതിയിലാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. പല ഉപകരണങ്ങളും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിളായിട്ട് മോട്ടോർ പോലെയുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഫാന് പോലെയുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ആ കാര്യങ്ങളാണ് വൈദ്യുത കാന്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് 6ാം ക്ലാസ്സിലെ മക്കളാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസ് കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ പരിചയപ്പെട്ടു പോയാൽ മതി. സിമ്പിൾ ചാപ്റ്ററാണ്. നെക്സ്റ്റ്, വ്യത്യസ്ത രീതിയിലുള്ള ആകൃതിയിലുള്ള കാന്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലാടകാന്തം, അതായത് ലാടത്തിൻ്റെ ആകൃതിയിൽ അല്ലെ, കുതിര ലാടത്തിൻ്റെ ഒക്കെ ആകൃതിയിലല്ലേ കാണുന്നത്. ബാർ കാന്തം, സിലിണ്ടറിക്കൽ കാന്തം, കാന്തസൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം, ഇങ്ങനെയുള്ള കാന്തങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ രീതിയിൽ വിവിധ ആകൃതിയിലൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പരിചയപ്പെട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ് കാര്യം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചുകൊള്ളാം. ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. വലിയ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്